ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കെ രമ ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ കോഴിക്കോട് DCC പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു. അതൊക്കെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ, ഞങ്ങൾ ഇത് പറഞ്ഞല്ലോ. ഈ ഒരു കാഫിർ എന്ന് പറയുന്ന പ്രയോഗം വന്നതിന് ശേഷം ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെ പ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് കാസിമിനെതിരായിട്ടുള്ള എതിരാണല്ലോ പരാതി വന്നത്. അദ്ദേഹം തന്നെ ഇത് എൻ്റെ വാട്സപ്പിൽ വന്ന സ്ക്രീൻഷോട്ടല്ല, ഞാൻ പ്രചരിപ്പിച്ചതല്ല എന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ ഫോൺ ഉൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ പോലീസിന് മുമ്പിൽ ഹാജരാക്കുകയും ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ നിങ്ങൾ പിടിക്കണമെന്ന് വളരെ കൃത്യമായി ഈ ചെറുപ്പക്കാരൻ ആവശ്യപ്പെടുന്ന നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ പേരിൽ ആരോപിച്ചുകൊണ്ട് ഇത് UDFൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഷാഫിയുടെ അറിവോടുകൂടിയാണ് ഈ പ്രയോഗം വന്നത് എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ KK ശൈലജ എന്ന് പറയുന്ന വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും അത് ഏറ്റെടുത്തുകൊണ്ട് CPMന്റെ സൈബർ ഇടങ്ങളിലും അതോടൊപ്പം തന്നെ പോരാളി ഷാജിമാരും അമ്പാടിമുക്ക് സഖാക്കൾ ഉൾപ്പെടെയുള്ള ഇവർ തള്ളിപ്പറയുന്ന ഈ സൈബർ കൂട്ടങ്ങളുണ്ടല്ലോ, ഈ കടന്നൽ കൂട്ടങ്ങളൊക്കെ വ്യാപകം പ്രചരിപ്പിച്ചല്ലോ. ഷാഫി എന്ന് പറയുന്ന ഈ വർഗീയവാദിയിലേക്ക് വരും. അങ്ങനെ ശൈലജ ടീച്ചർക്കെതിരായി ഇത്തരത്തിലുള്ള അതിലേക്കാ വരുന്നത് അങ്ങനെ പ്രചരിപ്പിച്ച് മുമ്പോട്ട് പോയി. ഈ KK ലതികയാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. ഈ ഇതിനകത്ത് അന്വേഷണം നടത്തി ഇതിനകത്ത് ഞങ്ങൾക്ക് പങ്കില്ല, UDFന് പങ്കില്ല, ഈ ചെറുപ്പക്കാരന് പങ്കില്ല എന്ന് കണ്ടെത്തിയിട്ട് പോലും KK ലതിക അവർ ഷെയർ ചെയ്ത പോസ്റ്റ് പിൻവലിച്ചത് എപ്പോഴാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ KK ലതിക ഇത് ഷെയർ ചെയ്യണമെങ്കിൽ KK ലതിക മാത്രമല്ല, KK ലതികയുടെ ഒരു മകനുണ്ട്. ആ മകനെ ഒന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറായാൽ ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരും. ആരാണ് ഈ കാഫിർ പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വളരെ കൃത്യമായി ലതികയുടെ മകൻ തന്നെയാകും. അന്തസ്സും ആഭിജാത്യവും ഉണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, അതെ ഞാൻ പറയട്ടെ, ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ രൂപത്തിലുള്ള അന്വേഷണം നടത്തി മുന്നോട്ട് പോയാൽ ഇത് എത്തിച്ചേരുക KK ലതികയുടെ മകനിലേക്ക് തന്നെയായിരിക്കും. ഉൾപ്പെടെയുള്ള സംഘമാണ് ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാം ശ്രീ വേണു, ഈ ഒറ്റ സെക്കൻഡ് ഇത് ഈ കാഫിർ പ്രയോഗം ഏറ്റവും ഒടുവിലത്താണ്. KM ഷാജിക്കെതിരായി ഇവർ പറഞ്ഞത് സിറാത്ത് പാലം എന്ന് പറഞ്ഞ് അതിലേക്കൊക്കെ വരാം. നമുക്കിപ്പോ ഈ കേന്ദ്ര വിഷയത്തിൽ തന്നെ നിൽക്കാം. റജിൽ, ഞാൻ അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് BN ഹസ്കാർ ലതികയെ ചോദ്യം ചെയ്തു, ലതികയുടെ ഫോൺ പരിശോധിച്ചു. ഇതിൽ രമയടക്കമുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ട് മറ്റാരെങ്കിലും പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ലതിക പ്രചരിപ്പിക്കുമ്പോൾ അതിന് കിട്ടുന്ന സ്വീകാര്യതയും വിശ്വാസ്യതയും. അത് ആ ഘട്ടത്തിൽ ഇനി ഒരു വേള ഇതൊന്നും അറിയാതെ അവർ ചെയ്തതാണ് എങ്കിൽ 1.5 മാസത്തോളം അത് പിന്നെയും പിൻവലിക്കാതെ എന്തുകൊണ്ട് ലതിക ഇരുന്നു? ഏത് താല്പര്യമാണ് അതിലൂടെ ലതിക സംരക്ഷിക്കാൻ നിന്നത്? വേണു, ഇതിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ആക്രമിക്കുന്നതിനു വേണ്ടി പ്രചണ്ഡ പ്രചാരം നടത്തുന്ന ഘട്ടത്തിലാണ് സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇടതുപക്ഷ ഹാൻഡിലുകൾ എതിർ പ്രചരണവുമായി കേരളത്തിലാകമാനം ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അത്തരം സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ അതിരുവിട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാഫിർ പ്രയോഗം. അപ്പോൾ അത് വളരെ കൃത്യമായി ഒളിഞ്ഞിരുന്ന് ഇത്തരം പ്രചരണം നടത്തുന്ന ആളുകൾ അങ്ങനെ പ്രചരിപ്പിച്ച ഒരു സ്ക്രീൻഷോട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയോ ഒന്ന് ഷെയർ ചെയ്തു പോയി. അതാണ് KK ലതിക ചെയ്തിട്ടുള്ള ഒരു പിശക്. മുതിർന്ന നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ വളരെ ജാഗ്രതയോടുകൂടി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് പുറപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിൽ ജാഗ്രത കാണിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ പക്ഷം. അതുകൊണ്ടാണ് KK ലതികയെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അവരുടെ നിരപരാധിത്വം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഉദ്ദേശത്തോടു കൂടി അവർ പടച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറുമല്ല. അങ്ങനെ തയ്യാറാവണമെന്ന് കരുതുന്നുമില്ല ഞാൻ.